So hi all, welcome to Entry Technical. Lecturer in Polytechnic Electrical Examination Part 4 Power Systems മോഡ്യൂളിൻ്റെ അനാലിസിസിൻ്റെ ആദ്യത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമേ തന്നെ സിലബസ് പാർട്ട് 4-നകത്ത് മെയിനായിട്ട് പറയുന്നത് പവർ സിസ്റ്റം ആണെങ്കിൽ പോലും നമുക്കറിയാം പവർ സിസ്റ്റത്തിൻ്റെ കൂടെ കുറച്ച് മെഷർമെൻറ്റ്സിൻ്റെ പോർഷൻസും കൂടെ വരുന്നുണ്ട് അല്ലേ. സോ പവർ സിസ്റ്റംസിനകത്ത് എന്തൊക്കെ പറയുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം മെഷർമെൻറ്റ്സിനകത്ത് എന്തൊക്കെ പറയുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ സിസ്റ്റംസ് ഓഫ് പവർ ജനറേഷൻ. ശ്രദ്ധിക്കുക, 14 മാർക്സ് ആണ്. സോ നമുക്ക് ബേസിക്കലി ഇതിനകത്ത് നിന്ന് ഒരു 10 മാർക്ക് പവർ സിസ്റ്റംസും ഒരു 4 മാർക്ക് മെഷർമെൻറ്റ്സും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഈ 14 മാർക്സിനകത്ത് ഈ 10 മാർക്സ് വരുന്ന ഒരു പവർ സിസ്റ്റം, അതിനകത്ത് നമുക്ക് ജനറേഷൻ വരുന്നുണ്ട്, കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ സിസ്റ്റം ഓഫ് പവർ ജനറേഷൻ. ഓക്കെ, അതോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് എക്കണോമിക് ഫാക്ടേഴ്സ്, അതായത് ലോഡ് ഫാക്ടർ, ഡൈവേഴ്സിറ്റി ഫാക്ടർ, ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് കുറച്ച് എക്കണോമിക് ഫാക്ടേഴ്സ്. പക്ഷേ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിന്നും കുറച്ചും കൂടെ എക്കണോമിക് ഫാക്ടേഴ്സിനെ പറ്റി അറിഞ്ഞിരിക്കാം. ഇവിടെ നമുക്ക് ലോഡ് ഫാക്ടർ, ഡിമാൻഡ് ഫാക്ടർ, ഡൈവേഴ്സിറ്റി ഫാക്ടർ, അതുകൂടാതെ തന്നെ യൂട്ടിലൈസേഷൻ ഫാക്ടർ, സ്റ്റേഷൻ ഡിമാൻഡ് ഫാക്ടർ, അതോടൊപ്പം തന്നെ ലോഡ് ഫാക്ടറിൻ്റെ വാല്യൂ എത്രയായിരിക്കണം, ഡൈവേഴ്സിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ എത്രയായിരിക്കണം എന്നിങ്ങനെയുള്ള പോയിന്റ്സും അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ്, അതായത് മാക്സിമം ഡിമാൻഡ്, റിസർവ് കപ്പാസിറ്റി കാൽക്കുലേഷൻ എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഒരു ഗ്രാഫിൽ നിന്നും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് വളരെ വൃത്തിയായിട്ട് തന്നെ അറിഞ്ഞിരിക്കുക. അതിനുശേഷം ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സ്, ടി ആൻഡ് പൈ മോഡൽസ്. പാരാമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്ന കണ്ടക്ടറിനകത്ത് റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, കണ്ടക്ടൻസ് ഒക്കെ വരും അല്ലേ. സോ ആ പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ടി മോഡൽ ആൻഡ് പൈ മോഡൽ, അതായത് ഒരു ട്രാൻസ്മിഷൻ ലൈനിനെ ഇലക്ട്രിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടു ടൈപ്സ് ഓഫ് മോഡലാണ് ടി മോഡൽ ആൻഡ് പൈ മോഡൽ. ജി എം ഡി ആൻഡ് ജി എം ആർ, ഇത് രണ്ടും കണ്ടക്ടറിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ് അല്ലേ. കണ്ടക്ടറും അതോടൊപ്പം തന്നെ കേബിൾസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റൻസ്, ഇഫക്റ്റീവ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് ഇൻ ദ സെയിം ഫേസും അതോടൊപ്പം തന്നെ ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് കണ്ടക്ടേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഫേസസ്, ഇതാണ് ജി എം ആറും ജി എം ഡിയും. സോ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കുക. നോർമലി ഒരു ഇൻഡക്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതണം ഇൻ ടേംസ് ഓഫ് ജി എം ഡി ആൻഡ് ജി എം ആർ, അതൊക്കെ നമുക്ക് റെഗുലറായിട്ട് എക്സാമിനേഷനകത്ത് ചോദിച്ചു വരുന്ന ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അതോടൊപ്പം തന്നെ ട്രാൻസ്മിഷൻ ലൈൻ്റെ ABCD കോൺസ്റ്റൻസ്, ഓവർഹെഡ് ലൈൻ, ഓവർലോഡ് ലൈൻസ്, അറേഞ്ച്മെൻറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. നമുക്ക് ഇക്വലാറ്ററൽ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ സ്ക്വയർ ഷേപ്പ് ഒക്കെ അച്ചീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഇക്വലാറ്ററൽ അല്ലെങ്കിൽ ഹെക്സഗണൽ 3 ഫേസ് ഡബിൾ സർക്യൂട്ട് ആണെങ്കിൽ ഹെക്സഗണൽ ഷേപ്പ് ഒക്കെയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് അല്ലേ. അതോടൊപ്പം സാഗ് എന്താണ്, എക്കണോമിക് സ്പാൻ എന്താണ്, ചോയ്സ് ഓഫ് ട്രാൻസ്മിഷൻ വോൾട്ടേജ്, എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, ഇൻസുലേറ്റർ പിൻ ടൈപ്പ്, ഷാക്കിൾ ടൈപ്പ്, ഓരോ ഇൻസുലേറ്റേഴ്സും ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സ്ട്രിങ് എഫിഷ്യൻസി എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം, എങ്ങനെ സ്ട്രിങ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാം. അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് കമ്പാരിസൺ ഓഫ് AC ആൻഡ് DC, സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് സിസ്റ്റംസ്, അതൊക്കെ അറിഞ്ഞിരിക്കാം. അതിനുശേഷം കുറച്ചും കൂടെ കോറായിട്ടുള്ള പവർ സിസ്റ്റം ഏരിയയിലേക്ക് വരികയാണ്. അവിടെ നമ്മൾ സിംഗിൾ ലൈൻ ഡയഗ്രാം, പെർ യൂണിറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ്, ഒരു സിമ്പിളായിട്ടൊരു ഇമ്പിഡൻസ് തന്നിട്ട് അതിനെ പെർ യൂണിറ്റിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ ചോദിക്കാം എന്നിങ്ങനെയുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വൈ ബസ് ഫോർമേഷൻ, ഇസഡ് ബസ് ഫോർമേഷൻ. വൈ ബസ് എന്ന് പറയുന്ന ലോഡ് ഫ്ലോ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന മെട്രിക്സ് ആണ് വൈ ബസ്. ഇസഡ് ബസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോൾട്ട് കാൽക്കുലേഷനൊക്കെ വേണ്ടിയിട്ടും നമ്മൾ ബേസിക്കലി ഇസഡ് ബസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ലോഡ് ഫ്ലോ സ്റ്റഡീസ്, അതിനകത്ത് ഗോസ് സീഡൽ, ന്യൂട്ടൺ റാപ്സ് ആൻഡ് ഫാസ്റ്റ് ഡീകപ്പിൾ ലോഡ് ഫ്ലോ മെത്തേഡ്സ് ഒക്കെ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ഫോൾട്ട് അനാലിസിസ് ആണ്. ഫോൾട്ട് അനാലിസിസും അതോടൊപ്പം തന്നെ സ്റ്റെബിലിറ്റി. അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോൾട്ട് നോർമലി എക്സാമിനേഷനൊക്കെ ചോദിച്ചു വരുന്നതാണ്. ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, ലൈൻ ടു ലൈൻ ഫോൾട്ട്, ഡബിൾ ലൈൻ ഫോൾട്ട്, ഓരോ ഫോൾട്ടിൻ്റെയും കണ്ടീഷൻ, സീക്വൻസ് നെറ്റ്വർക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യണം, ഓരോ സീക്വൻസ് വോൾട്ടേജസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, സീക്വൻസ് കറണ്ട് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതെല്ലാം അറിഞ്ഞിരിക്കുക. ഇസഡ് ബസ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഫോൾട്ടിനെ എങ്ങനെ അനലൈസ് ചെയ്യാമെന്നും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിന്നും അറിയണം. നെക്സ്റ്റ് പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി, സ്റ്റഡി സ്റ്റേറ്റ്, ട്രാൻസിയൻറ്റ്, ഡൈനാമിക് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ എബിലിറ്റി ടു റീഗെയിൻ സിങ്ക്രണസം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റിൽ എങ്ങനെ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുന്നു, ട്രാൻസിയൻറ്റ് സ്റ്റേറ്റിൽ എന്താണ് എങ്ങനെ അച്ചീവ് ചെയ്യുന്നു, ഡൈനാമിക് സ്റ്റെബിലിറ്റി എന്താണ്, ഈക്വൽ ഏരിയ ക്രൈറ്റീരിയൻ, സ്വിംഗ് ഇക്വേഷൻ, ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. പ്രൊട്ടക്റ്റീവ് റിലീസ്, അതായത് പവർ സിസ്റ്റം പ്രൊട്ടക്ഷനകത്ത് നമ്മൾ നോർമലി അറിഞ്ഞിരിക്കേണ്ട എന്തൊക്കെയാണ്, സർക്യൂട്ട് ബ്രേക്കേഴ്സും റിലീസും തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ ഇവിടെ സിലബസിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് റിലേസിനകത്ത്? ടൈപ്പ് ആൻഡ് ഓപ്പറേഷൻ, പ്രൊട്ടക്റ്റീവ് സോൺസ്, അതായത് സോൺ 1, സോൺ 2, സോൺ 3, അതാണ് അവർ മീൻ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് പ്രൊട്ടക്ഷൻ സ്കീം, അതായത് ജനറേറ്ററിനെ എങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം, എത്ര ഓവർ കറണ്ട് റിലേ നമ്മൾ യൂസ് ചെയ്യണം,
ട്രാൻസ്ഫോമർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ റിലേസ് ആണ് യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു ഫീൽഡ് ലോസ് ആയി കഴിഞ്ഞാൽ എന്ത് റിലേ നമുക്ക് യൂസ് ചെയ്യാം, അതോടൊപ്പം തന്നെ ഒരു റിലേ, ഒരു ഇമ്പിഡൻസ് ടൈപ്പ് ഓഫ് റിലേ, എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമ്പിഡൻസ് റിലേസ് ഉണ്ട്, എന്തൊക്കെ ആപ്ലിക്കേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റിയാക്റ്റൻസ് റിലേ, റിലേ, അതിനകത്ത് എന്താണ് റീസ്ട്രെയിനിങ് ടോർക്ക്, എന്താണ് ഡെവലപ്പിംഗ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്നിങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. അതിനുശേഷം വരുന്നത് ട്രാക്ഷൻ, ഇലക്ട്രിക് ഹീറ്റിംഗ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ട്രാക്ഷനും ഇലക്ട്രിക് ഹീറ്റിംഗും എനിക്ക് എക്സാമിനേഷനകത്ത് വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്നതേ ഉള്ളൂ. സോ അതിനെ അങ്ങനെ തന്നെ ഡീൽ ചെയ്യാം. ലാസ്റ്റ് നമുക്കൊരു 4 മാർക്സ് വരെ മെഷർമെൻറ്റ്സിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. അതിനകത്ത് ബേസിക്കലി എല്ലാ എക്സാമിനേഷനകത്തും ചോദിക്കുന്ന പോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീറ്റർ, ഇതൊക്കെയാണ് PMMC, മൂവിങ് കോയിൽ, ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ്, എറർ അനാലിസിസ്. ഓക്കെ, ഇതാണ് ഇൻസ്ട്രുമെൻറ്റ്സ്. അതിനുശേഷം എറർ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. വോൾട്ടേജ്, കറണ്ട്, പവർ, എനർജി, പവർ ഫാക്ടർ, ഇതൊക്കെ എങ്ങനെ മെഷർ ചെയ്യാം. ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് അവർ മീറ്റർ, DC ബ്രിഡ്ജസ്, AC ബ്രിഡ്ജ്. അപ്പോൾ DC ബ്രിഡ്ജ്, AC ബ്രിഡ്ജ് ഏതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക, ഡിഫറെൻറ്റ് ബ്രിഡ്ജസിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ അറിഞ്ഞിരിക്കുക, ഓരോ ബ്രിഡ്ജസും നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് മാഗ്നറ്റിക് മെഷർമെൻറ്റ്സ്, എങ്ങനെ ഹോൾ എഫക്ട്സ്, ഹോൾ സെൻസർ യൂസ് ചെയ്യാം, അതോടൊപ്പം തന്നെ അങ്ങനെ മാഗ്നറ്റിക് മെഷർമെൻറ്റ്സ് എന്തൊക്കെ ചെയ്യാം, ഫ്ലക്സ് മീറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിരിക്കുക. ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ, ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ് ആൻഡ് മൾട്ടിമീറ്റേഴ്സ്, ഡിജിറ്റൽ മെഷർമെൻറ്റ് ഓഫ് ഫ്രീക്വൻസി, ഫേസ് ആംഗിൾ, ടൈം ഇൻ്റർവൽ, ഇതൊക്കെ നമുക്ക് ഫ്രീക്വൻസി, ഫേസ് ആംഗിൾ, ടൈം ഇൻ്റർവലൊക്കെ നമുക്ക് നോർമൽ ഒരു ഓസിലോസ്കോപ്പോ DSO ഒക്കെ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. സോ അതിനെ ബേസ് ചെയ്തുകൊണ്ടൊക്കെ നിങ്ങൾ എക്സാമിനേഷനകത്ത് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം. ഇലക്ട്രോണിക് എനർജി മീറ്റർ, ഹൈ വോൾട്ടേജ് എങ്ങനെയൊക്കെ നമുക്ക് മെഷർ ചെയ്യാം, ഓസിലോസ്കോപ്പ്, ഡേറ്റ അക്വിസിഷൻ സിസ്റ്റം, ട്രാൻസ്ഡ്യൂസേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ട്രാൻസ്ഡ്യൂസറിനകത്ത് മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ, ഫ്ലോ ആൻഡ് പ്രഷർ. ഓക്കെ, സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗേജസിനെ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ LVDT, അതെല്ലാം ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന ഒരു സെക്ഷനകത്ത് വരും. സോ നമ്മൾ ട്രാൻസ്ഡ്യൂസർ സെക്ഷനും അത്യാവശ്യം 1-2 ക്വസ്റ്റിനൊക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ഈ 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് വരുന്ന മെഷർമെൻറ്റ്സിനകത്ത് നിന്ന് നമുക്ക് മീറ്റേഴ്സിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, വാട്ട് മീറ്റർ, എനർജി മീറ്ററിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, പിന്നെ നമുക്ക് ട്രാൻസ്ഡ്യൂസറിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ബാക്കി ഇടയ്ക്ക് വരുന്ന പോർഷനിൽ നിന്നും, അതായത് ബ്രിഡ്ജസിൽ നിന്നും നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ബാക്കി പവർ സിസ്റ്റത്തിനകത്ത് വരുന്നതിനകത്ത് ജനറേഷൻ, എല്ലാ പോർഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ജനറേഷൻ വരുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടക്ടേഴ്സ്, GMD, GMR, അതിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഫോൾട്ട് അനാലിസിസിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ വരാം, പ്രൊട്ടക്ഷനിൽ നിന്ന് വരാം. അതോടൊപ്പം തന്നെ ട്രാക്ഷനും ഹീറ്റിംഗിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇതാണ് ഓവറോൾ നമ്മുടെ പവർ സിസ്റ്റം മോഡ്യൂൾ അനാലിസിസ്. നമുക്കിനി കുറച്ച് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മോഡലിലേക്ക് കടക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. The characteristic impedance of a transmission line can increase with the increase in. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈനിനെ ബേസ് ചെയ്തിട്ടാണ്. സോ നമുക്കറിയാം ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ റൂട്ട് ഓഫ് Z/Y ആണ്. Z എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് R+j⍵L ഡിവൈഡഡ് ബൈ G+j⍵C. R എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, L എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ്, G എന്ന് പറയുന്ന കണ്ടക്റ്റൻസ്, C എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ്. സോ ഈ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് നമുക്ക് റൈസ് ചെയ്യണമെങ്കിൽ R ഇൻക്രീസ് ചെയ്യണം, L ഇൻക്രീസ് ചെയ്യണം, കണ്ടക്റ്റൻസ് കുറയണം, കപ്പാസിറ്റൻസും കുറയണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് റൈസ് ആവത്തുള്ളൂ, അല്ലേ? സോ എന്തൊക്കെയായിരിക്കും? റെസിസ്റ്റൻസ് ക്യാൻ ഇൻക്രീസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ. സോ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് എങ്ങനെ ഇൻക്രീസ് ആവും? റെസിസ്റ്റൻസ് കൂടിയാൽ ഇൻക്രീസ് ആവും, അതോടൊപ്പം തന്നെ ഇൻഡക്റ്റൻസ് കൂടിയാലും ഇൻക്രീസ് ആവും. സോ ആൻസർ ഈസ് 1 and 4, ഓപ്ഷൻ C. When bundle of conductor are used in place of a single conductor, the effective inductance and capacitance will be. നമ്മളൊരു ബണ്ടിൽ കണ്ടക്ടർ യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം, ബണ്ടിൽഡ് കണ്ടക്ടർ. സോ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ബണ്ടിൽഡ് കണ്ടക്ടേഴ്സിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം, അതിൻ്റെ ഓരോരോ അഡ്വാൻറ്റേജസും കാര്യങ്ങളും ഒക്കെ. നമ്മൾ ബണ്ടിൽഡ് കണ്ടക്ടർ യൂസ് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റേഡിയസ് ഇൻക്രീസ് ആകും എന്ന് നമുക്കറിയാം. എഫക്റ്റീവ് റേഡിയസ് ഇൻക്രീസ് ആവുന്ന മീൻസ് GMR ഈസ് ഇൻക്രീസിങ്. നമുക്കറിയാം ഇൻഡക്റ്റൻസ് L എന്ന് പറഞ്ഞാൽ 0.2 ഇൻറ്റു നാച്ചുറൽ ലോഗരിതം ഓഫ് GMD ഡിവൈഡഡ് ബൈ GMR, മില്ലി ഹെൻറി പെർ km. സോ GMR ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കുറയും. ഓക്കെ, വെൻസ് ദ GMR ഇസ് ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് വിൽ കം ഡൗൺ. സോ ഇവിടെ എന്താണ് ചോദിച്ചേക്കുന്നത്? എഫക്റ്റീവ് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ എന്താണ്? എഫക്റ്റീവ് ഇൻഡക്റ്റൻസ് വാല്യൂ വിൽ കം ഡൗൺ. എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ആണെങ്കിലോ ഇറ്റ് ഇസ് ഗിവൺ ബൈ 2πε ഡിവൈഡഡ് ബൈ നാച്ചുറൽ ലോഗരിതം ഓഫ് GMD ബൈ GMR, അല്ലേ?
സോ GMRന്റെ വാല്യൂ എന്താണ്? ബണ്ടിൽഡ് കണ്ടക്ടർ കൂടുതലായിരിക്കും. സോ ഡിനോമിനേറ്റർ ടേം വിൽ കം ഡൗൺ. സോ നമ്മളെ കപ്പാസിറ്റൻസ് വാല്യൂ വിൽ ഇൻക്രീസ്. So reduction in inductance and increase in the capacitance. So answer is option B. Next, a load is supplied by a 230 volt 50 hertz source. ഒരു ലോഡ് ഉണ്ട്. ആ ലോഡിന് വേണ്ടത് 230 വോൾട്ട് 50 ഹെർട്സ് ആണ്. ആക്റ്റീവ് പവർ P and reactive power Q consumed by the load are such that P, അതായത് നമുക്കൊരു സോഴ്സ് ഉണ്ട്. സോഴ്സിൻ്റെ എവിടെയോ ഒരു സ്ഥലത്ത് നമ്മൾ ടാപ്പ് ചെയ്ത് ലോഡ് എടുത്തു. ആ പി എന്ന് പറയുന്ന പിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് 1 കിലോ വാട്ട് മുതൽ 2 കിലോ വാട്ട് വരെ. സോ നമ്മുടെ ലോഡ് സ്ലൈറ്റ്ലി വേരിയിങ് ആണ്. അതേ ലോഡ് തന്നെ റിയാക്റ്റീവ് പവർ കൺസ്യൂം ചെയ്യുന്നത് 1 kVAr മുതൽ 2 kVAr വരെയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? എ കപ്പാസിറ്റർ ഇസ് കണക്റ്റഡ് അക്രോസ് ദ ലോഡ്. ഞാൻ ഈ ലോഡ് സൈഡിൽ ഒരു കപ്പാസിറ്റർ അങ്ങ് കണക്ട് ചെയ്തു. പവർ ഫാക്ടർ കറക്ഷന് വേണ്ടിയിട്ടാണ്. എ കപ്പാസിറ്റർ കണക്റ്റഡ് അക്രോസ് ദ ലോഡ് ഫോർ പവർ ഫാക്ടർ കറക്ഷൻ ജനറേറ്റ്സ് 1 kVAr റിയാക്റ്റീവ് പവർ. സോ ഇപ്പോൾ ഈ കപ്പാസിറ്റർ എന്താണ് ചെയ്യുന്നത്? ഈ കപ്പാസിറ്റർ 1 kVAr റിയാക്റ്റീവ് പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ദ വേർസ്റ്റ് കേസ് പവർ ഫാക്ടർ ആഫ്റ്റർ പവർ ഫാക്ടർ കറക്ഷൻ ഇസ് പവർ ഫാക്ടർ കറക്ഷൻ. ഓക്കെ, വേർസ്റ്റ് കേസ് പവർ ഫാക്ടർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. വേർസ്റ്റ് കേസ് പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും P മിനിമവും Q മാക്സിമം ആയിരിക്കണം. നമുക്കറിയാം P പ്ലസ് JQ എന്ന് പറയുന്നതാണ് നമ്മളുടെ അപ്പാരൻറ്റ് പവർ S എന്ന് പറയുന്നത്. P മിനിമവും Q മാക്സിമം ആയിരിക്കുന്ന സമയത്താണ് വേർസ്റ്റ് കേസ് പവർ ഫാക്ടർ. അപ്പോൾ നമ്മൾ സപ്ലൈ സൈഡിൽ നിന്നും ഉള്ള വ്യൂ ചെയ്യുമ്പോൾ വേർസ്റ്റ് കേസ് പവർ ഫാക്ടർ എന്തായിരിക്കും? P മിനിമം ആയിരിക്കണം. P മിനിമം ആണെങ്കിൽ നമുക്കറിയാം 1 കിലോ വാട്ട് ആയിരിക്കണം. Q മാക്സിമം ആയിരിക്കണം അല്ലേ? Q മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിൻ്റെ Q മാക്സ് എന്താണ്? 2 kVAr. വാട്ട് ഇസ് ദ വേർസ്റ്റ് കേസ് പവർ ഫാക്ടർ ആഫ്റ്റർ പവർ ഫാക്ടർ കറക്ഷൻ എന്നുള്ളതാണ്. സോ പവർ ഫാക്ടർ കറക്ഷൻ കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ലോഡിന് ആവശ്യമായിട്ടുള്ള 2 kVAr അല്ലെ 1 kVAr ഈ കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അൾട്ടിമേറ്റ്ലി നമ്മുടെ സോഴ്സിൽ നിന്ന് എടുക്കുന്നത് എന്താണ്? 1 കിലോ വാട്ട് പിയും ബാക്കി 1 kVAr Q ആണ് നമ്മുടെ ലോഡിൽ നിന്നും നമ്മുടെ സോഴ്സിൽ നിന്നും ലോഡ് ഡ്രോ ചെയ്യുന്നത്. ലോഡിന് വേണ്ട അഡീഷണൽ 2 kVAr നമ്മുടെ പവർ ഫാക്ടർ കറക്റ്റിംഗ് എക്യുപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അൾട്ടിമേറ്റ്ലി നമ്മുടെ എസ് എന്താണ്? ഫ്രം ദ സോഴ്സ് 1 പ്ലസ് J1. പവർ ഫാക്ടർ എന്തായിരിക്കും? cos 5 is equal to R divided by എന്താണ്? P divided by S. P എന്ന് പറയുന്ന 1, S എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 1/√2 അല്ലേ? S എന്തായിരിക്കും? S is equal to root of 1 square plus 1 square ആണ്, which is equal to √2. സോ പവർ ഫാക്ടർ എന്താണ്? വേർസ്റ്റ് കേസ് പവർ ഫാക്ടർ ഈസ് 1/√2 which is equal to 0.707 lagging. Okay, so answer is option B. Next, the inductance and capacitance of a power system network up to a circuit breaker location 1 Henry and 0.01 microfarad. So L-ന്റെ വാല്യൂ ഉണ്ട് 1 Henry, C-ന്റെ വാല്യൂ ഉണ്ട് 0.01 microfarad. അങ്ങനെയാണെങ്കിൽ the value of shunt resistor across the circuit breaker required for critical damping. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഇസ് 0.5 into root of L divided by C. L divided by C എന്ന് പറയുന്നത് 0.01, 1 divided by 0.01 എന്ന് പറയുമ്പോൾ 100 into 10 to the power 6, 10 to the power 8 ആയി മാറും. റൂട്ട് എടുക്കുമ്പോൾ 10 to the power 4 ആവും. 0.5 into 10 to the power 4 എന്ന് പറയുന്നത് ആൻസർ ഇസ് ഗോയിങ് ടു ബി 5K. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. സോ ഈ ഒരു സ്പീഡിൽ നിങ്ങൾക്ക് കാൽക്കുലേഷനും വരുന്ന എക്സാമിനേഷനകത്ത് ചെയ്യാൻ സാധിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിനേഷനകത്തൊക്കെ സ്റ്റുഡൻസിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ടൈം കൺസ്ട്രെയിൻ. ക്വസ്റ്റ്യൻസ് വായിച്ച് തീർക്കാൻ പറ്റുന്നില്ല, പ്രോബ്ലം സോൾവ് ചെയ്യാൻ ടൈം എടുക്കുന്നു. എന്നിങ്ങനെയുള്ള പ്രോബ്ലംസ് ഓവർകം ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് മോർ പ്രാക്ടീസ്. കൂടുതൽ ക്വസ്റ്റ്യൻ്റെ മുകളിൽ പ്രോബ്ലം സോൾവിങ് സ്കില്ലിൻ്റെ മുകളിൽ ഒരു കമാൻഡ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ എ 5K. ഇത് ഡയറക്റ്റ് ഫോർമുലയാണ് 0.5 into root of L divided by C. Consider a 3-phase 50 Hz 11 kV distribution system. Each of the conductor is suspended by an insulator string having identical porcelain insulators. Okay, നമ്മുടെ ഡയഗ്രാം തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഡയഗ്രാമിനകത്ത് പറയുന്നുണ്ട്, അതായത് ജോയിൻറ്റിൽ നിന്നും എർത്തിലേക്ക് പോകുന്ന ഷണ്ട് കപ്പാസിറ്റൻസ് സിയും അതോടൊപ്പം തന്നെ ഇൻസുലേറ്ററിൻ്റെ കപ്പാസിറ്റൻസ് 5C ആണ്. പറയുന്നുണ്ട് ദ സെൽഫ് കപ്പാസിറ്റൻസ് ഓഫ് ദ ഇൻസുലേറ്റർ ഈസ് 5 times ദ ഷണ്ട് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ദ ലിങ്ക് ആൻഡ് ദ ഗ്രൗണ്ട്.
അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദ ടു ഇൻസുലേറ്റേഴ്സ് ആർ E1ൻ്റെയും E2ൻ്റെയും വാല്യൂ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് പല രീതിയിൽ സോൾവ് ചെയ്തെടുക്കാം എന്നുള്ളതേ ഉള്ളൂ. ഒരു ഈസി മെത്തേഡ് നമുക്ക് നോക്കാം. ഈ പോയിന്റിൽ ഞാനിപ്പോൾ വോൾട്ടേജ് E2 ആണെന്ന് നമുക്കറിയാം, ഓൾറെഡി പറയുന്നുണ്ട്. പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു എർത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് E2, അല്ലെങ്കിൽ V എന്നെടുത്തോ തൽക്കാലത്തേക്ക്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് P ആണെങ്കിൽ ഇവിടെ രണ്ട് പാരലൽ പാത്ത് നിങ്ങൾക്ക് കാണാം. ഒന്ന് 5Cയും ഒന്ന് C വഴിയുള്ള പാത്തും. C വഴിയുള്ള പാത്ത് നമുക്കറിയാം കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ 1/ωc. സോ ലോവർ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് വിൽ പ്രൊവൈഡ് ഹയർ റിയാക്ടൻസ്. കറണ്ട് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V ഡിവൈഡഡ് ബൈ XC ആണ്. ഓക്കെ, V ഡിവൈഡഡ് ബൈ കപ്പാസിറ്റീവ് റിയാക്ടൻസ്, അതായത് V ഇൻറ്റു ωc. അതിൻ്റെ മീനിങ് എന്താണ്? ലോവർ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ഉള്ള ആ ഒരു ഏരിയയിൽ കൂടെ കറണ്ട് ലോവർ ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. സോ സിയിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണെങ്കിൽ 5Cയിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 5 ടൈംസ് I. സോ അങ്ങനെയാണെങ്കിൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ലോവർ 5C എന്ന് പറയുന്ന 5I പ്ലസ് I എന്ന് പറയുന്നത് 6I. ഇനി ഞാനൊരു കാര്യം പറയാം. E2 നമുക്ക് എങ്ങനെ എഴുതാം? വാല്യൂ E2 ഈസ് ഈക്വൽ ടു കറണ്ട് ഫ്ലോയിങ് 5I ഇൻറ്റു 5C അല്ലേ? കറണ്ട് ഇൻറ്റു കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് XC ആണ്. XC എന്ന് പറയുന്നത് 1/ωc ആണ്. ഓക്കെ, സോ ഞാൻ അതിനെ ശ്രദ്ധിക്കുക. E2 ഈസ് ഈക്വൽ 5I എന്ന് പറയുന്ന കറണ്ട് ഇൻറ്റു XC എന്ന് പറയുന്നത് 1/ω5C എന്ന് വരും. ഓക്കെ, 1/ω5C. ഞാനിവിടെ മാറ്റി എഴുതാം. E2 ഈസ് ഈക്വൽ ടു 5I എന്ന് പറയുന്ന കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ 1/ω5C. E1 ആണെങ്കിലോ 6I എന്ന് പറയുന്ന കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ 1/ω5C. അതായത് കപ്പാസിറ്റൻസ് സെയിം ആണ്. സോ കപ്പാസിറ്റീവ് റിയാക്ടൻസ് സെയിം ആണ്. സോ നമ്മുടെ EMF എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഡയറക്റ്റ്ലി എനിക്ക് എഴുതാം E2 ഈസ് ടു E1 എന്താണ്? E2 ഈസ് ടു E1 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 6 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് E2 ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 5 എന്ന് പറയുന്ന 11 ഇൻറ്റു ടോട്ടൽ E. ഓക്കെ, വേർ E ഈസ് ഈക്വൽ ടു E1 പ്ലസ് E2. ടോട്ടൽ E എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ദിസ് കണ്ടക്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജ് 11 കിലോ വോൾട്ട് ആണ്. സോ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 11 കിലോ വോൾട്ട് ഡിവൈഡഡ് ബൈ √3. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ 11 ക്യാൻസൽ ആയി പോയി നിങ്ങളുടെ കാൽക്കുലേഷൻ കുറച്ചും കൂടി ഈസിയർ ആയിട്ട് വരും. സോ ഇറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 11 ഡിവൈഡഡ് ബൈ √3 കിലോ വോൾട്ട് വിച്ച് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ √3 കിലോ വോൾട്ട്. സോ E2 കിട്ടി 5 ഡിവൈഡഡ് ബൈ √3 കിലോ വോൾട്ട്. E1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ വോൾട്ടേജ് മൈനസ് 5 ഡിവൈഡഡ് ബൈ √3 കിലോ വോൾട്ട്. ഓക്കെ, അതായത് 11 ഡിവൈഡഡ് ബൈ √3 മൈനസ് 5 ഡിവൈഡഡ് ബൈ √3 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 6 ഡിവൈഡഡ് ബൈ √3 കിലോ വോൾട്ട്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യുമ്പം E1 ഈസ് ഈക്വൽ ടു 3.46 E2 ഈസ് ഈക്വൽ ടു 2.89 കിലോ വോൾട്ട് എന്ന് കിട്ടും. യുവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. എ ഫോൾട്ട് ഈസ് മോർ സീവിയർ from the viewpoint of rate of rise of restriking voltage. So examination point of view നിന്നും restriking voltage എന്താണെന്ന് അറിഞ്ഞിരിക്കുക. Restriking voltage എന്ന് പറഞ്ഞാൽ the transient voltage that appear across the contact of the circuit breaker. It is given by expression Vm into 1 minus cos t by root LC. Rate of rise of restriking voltage എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താണ്? Vm minus Vm into cos t by root LC എന്ന് പറയുന്നതാണ് ആക്ച്വലി റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴോ ടേക്കിംഗ് ഡെറിവേറ്റീവ് നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് കിട്ടുന്നു Vm ഡിവൈഡഡ് ബൈ റൂട്ട് LC ഇൻറ്റു സൈൻ t by root LC എന്ന് വരും. ഇതാണ് റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്. ഇത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എ ഫോൾട്ട് ഈസ് മോർ സീവിയർ ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് RRRV. ഇതാണ് RRV. സോ ഒരു ഷോർട്ട് ലൈൻ ഫോൾട്ട് ആണെങ്കിൽ ദ ഇൻഡക്ടൻസ് വാല്യൂ വിൽ ബി ലോ ആൻഡ് കപ്പാസിറ്റൻസ് വാല്യൂ വിൽ ബി ലോ ഇൻ ദ കേസ് ഓഫ് എ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ. സോ ഒരു ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൽ ഒരു ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ദ വാല്യൂ ഓഫ് Vm ഡിവൈഡഡ് ബൈ റൂട്ട് LC എന്ന് പറയുന്നത് വിച്ച് ഇസ് ദ പീക്ക് വാല്യൂ ഓഫ് റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്. സോ ഇറ്റ് ഈസ് മോർ സീവിയർ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇൻ ദ കേസ് ഓഫ് എ ഷോർട്ട് ലൈൻ ഫോൾട്ട് റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നോക്കുകയാണെങ്കിൽ ദ ഫോൾട്ട് ഈസ് എ സീവിയർ വൺ. So answer is option A.
During the disturbance on a synchronous machine, the rotor swings from A to B before finally settling down to a steady state at point C on the power angle curve. നമുക്കറിയാം പവർ ആംഗിൾ കർവ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ദിസ് ഇസ് ദ പവർ ആംഗിൾ കർവ്. ഓക്കെ, ഈ പവർ ആംഗിൾ കർവ് എന്ന് പറയുന്നത് പി വേഴ്സസ് ഡെൽറ്റ കർവാണ്. ഇനിഷ്യലി ഏതോ ഒരു ലോഡിൽ ഇരിക്കുകയായിരുന്നു. ഓക്കെ, P1. ഇപ്പം എന്താ ചെയ്തേക്കുന്നത്? ദ റോട്ടോർ സ്വിങ്ങിങ് ഫ്രം എ ടു ബി ബിഫോർ ഫൈനലി സെറ്റിലിംഗ് ഡൗൺ ടു സ്റ്റഡി സ്റ്റേറ്റ് പോയിന്റ് സി. അതിൻ്റെ അർത്ഥം, ഫോർ എക്സാമ്പിൾ, ഒരു മെക്കാനിക്കൽ ഇൻപുട്ട് ഞാൻ കൊടുത്തു. ഇതാണ് സി, ഇവിടെയായിരുന്നു സെറ്റിൽ ചെയ്യേണ്ടിയിരുന്നത്. എയിൽ നിന്ന് ബിയിലേക്ക് സ്വിങ് ചെയ്ത് പോയി എന്നാണ് പറയുന്നത്. എയിൽ നിന്ന് ഞാൻ മെക്കാനിക്കൽ ഇൻപുട്ട് കൂട്ടിയെന്ന് വിചാരിക്കാം. സിയിൽ പോയി സെറ്റിൽ ചെയ്യുന്നതിന് പകരം സി എന്ന് പറയുന്ന പോയിന്റ് ക്രോസ് ചെയ്ത് ബിയിലേക്ക് സ്വിങ് ചെയ്ത് പോയി. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ദ മെഷീൻ ഡ്യൂറിങ് ഓസിലേഷൻ ഇസ് സിൻക്രണസ് അറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. പവർ ആംഗിൾ കർവ് അറിയാം എന്നുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം, ആൻസർ ഈസ് എ ആൻഡ് സി എന്നുള്ളത്, അല്ലേ? കാരണം ഇനിഷ്യലി ഒരു സ്റ്റഡി പോയിന്റ് എയിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു കാരണം കൊണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഞാനൊരു മെക്കാനിക്കൽ ഇൻപുട്ട് റൈസ് ചെയ്തു എന്ന് വിചാരിക്കാം. അത് സിയിൽ പോയി നിന്ന് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കണം. പക്ഷെ സിയിൽ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കത്തില്ല, ഡ്യൂ ടു ഇനർഷ്യ ഓഫ് ദ റൊട്ടേറ്റിംഗ് പാർട്ട്. അതുകൊണ്ട് തന്നെ സിയും ക്രോസ് ചെയ്ത് അത് മുകളിലേക്ക് അഡ്വാൻസ് ചെയ്ത് ബിയിലെത്തും. എ എന്ന് പറയുന്ന പോയിന്റിൽ സിൻക്രണസ് ആയിരിക്കും. എയിൽ നിന്ന് സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന സമയത്ത് ആക്സിലറേറ്റിംഗ് പവർ പോസിറ്റീവ് ആയിരിക്കും. ആക്സിലറേറ്റിംഗ് പവർ പോസിറ്റീവായിട്ട് സിയിലെത്തുമ്പോൾ ആക്സിലറേറ്റിംഗ് പവർ 0 ആവും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ദ സ്പീഡ് ഓഫ് ദ മെഷീൻ ഇസ് ഗ്രേറ്റർ ദാൻ സിൻക്രണസ് സ്പീഡ്. അതുകൊണ്ട് തന്നെ അതങ്ങ് ഫ്ലൈ ആയിട്ട് അങ്ങ് പോകും. ഓക്കെ, ഡെൽറ്റൻ്റെ വാല്യൂ വീണ്ടും റൈസ് ചെയ്യും. സിയിൽ നിന്നും ബിയിലേക്ക് പോകുന്ന പാത്തിനകത്ത് ഡീസലറേറ്റിംഗ് പവർ ആയിരിക്കും കൂടുതലും. സോ ഹയർ സിൻക്രണസ് സ്പീഡിൽ നിന്നും അത് കുറഞ്ഞ് ബി എന്ന് പറയുന്ന പോയിന്റ് എത്തുന്നത് ഇപ്പോൾ വീണ്ടും സിൻക്രണസ് സ്പീഡ് ആവും. ബി എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ ദ മെഷീൻ ഈസ് ഹാവിങ് എ ഹൈ ഡീസലറേറ്റിംഗ് പവർ. കാരണം ഇലക്ട്രിക്കൽ പവർ ഔട്ട്പുട്ട് കൂടുതലും മെക്കാനിക്കൽ പവർ ഇൻപുട്ട് കുറവാണ്. സോ മെഷീൻ വിൽ അണ്ടർഗോ ഡീസലറേഷൻ. സോ എന്ത് ചെയ്യുന്നു? സ്പീഡ് എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് കുറഞ്ഞ് വരുന്നു. കുറഞ്ഞ് സിയിലെത്തുമ്പം ഇറ്റ് ഈസ് അഗെയിൻ സ്റ്റേബിൾ പോയിന്റ് ആണ്. പക്ഷേ സ്പീഡ് ഈസ് ലെസർ ദാൻ സിൻക്രണസ് സ്പീഡ്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് താഴേക്ക് ഫ്ലൈ ബാക്ക് ആയി വരും. ഫ്ലൈ ബാക്ക് ആയി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മെഷീന് വീണ്ടും ആക്സലറേറ്റിംഗ് പവർ ഉണ്ടാവും. സോ ഫസ്റ്റ് സ്വിങ് കഴിഞ്ഞതിന് ശേഷം ഒരു ഡൈനാമിക്സ് ഇവോൾവ് ചെയ്തതിന് ശേഷം ഫൈനലി പോയിന്റ് സിയിലേക്ക് വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യും. ഫസ്റ്റ് സ്വിങ്ങിലാണ് എ ടു ബിയിലേക്ക് പോകുന്നത്. സോ എയിലും ബിയിലും സിൻക്രണസ് ആയിരിക്കും, സിയിൽ ഇറ്റ് ഈസ് നോൺ സിൻക്രണസ്. എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് സി എന്ന് പറയുന്ന പോയിന്റ് സ്പീഡ് ഇസ് ഗ്രേറ്റർ ദാൻ സിൻക്രണസ് സ്പീഡ്. തിരിച്ചു വരുമ്പോഴാണ് എന്തായിരിക്കും? ബിയിൽ നിന്ന് എയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് സിയിലെ സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ഇസ് ലെസർ ദാൻ സിൻക്രണസ് സ്പീഡ്. എയിലും ബിയിലും സിൻക്രണസ് സ്പീഡിലായിരിക്കും മെഷീൻ വർക്ക് ചെയ്യുന്നത്. So answer is option B. An alternator is having an induced EMF of 1.6 per unit is connected to an infinite bus of 1 per unit. Alternatorle induced EMF നമുക്ക് പറയുന്നുണ്ട്, it is 1.6 per unit. It is connected to an infinite bus of 1 per unit. Okay, simple question ആണെന്ന് തോന്നുന്നു. If the bus bar is having a reactance of 0.6 per unit, alternator is having a reactance of 0.2 per unit. So just നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഓൾട്ടർനേറ്റർ. 1.6 പെർ യൂണിറ്റ് ആണ് ഇ. അറ്റ് ദ സെയിം ടൈം ഓൾട്ടർനേറ്ററിൻ്റെ റിയാക്ടൻസ് എന്ന് പറയുന്നത് 0.2 പെർ യൂണിറ്റ്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ബസ് ബാറായിട്ട് കണക്ട് ചെയ്യുന്നു. സോ ബസ് ബാറിന് ഒരു റിയാക്ടൻസ് ഉണ്ടെന്ന് പറയുന്നു. ഇതാണ് എൻ്റെ ബസ് ബാർ റിയാക്ടൻസ്. ബസ് ബാർ ഇരിക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ബസ് ആണ്, 1 പെർ യൂണിറ്റിൽ ഇരിക്കുന്നു. ബസ് ബാറിൻ്റെ റിയാക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.6 ആണ്, ജെ പെർ യൂണിറ്റ്. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് എ മാക്സിമം പവർ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ. പി മാക്സിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, നമുക്കറിയാം. ഇറ്റ് ഈസ് ഗിവൺ ബൈ ഇ ഇൻറ്റു വി ബൈ എക്സ്, വേർ എക്സ് ഇസ് ദ ട്രാൻസ്ഫർ റിയാക്ടൻസ് ബിറ്റ്വീൻ ദ സപ്ലൈ ആൻഡ് ദ ബസ്, അല്ലെങ്കിൽ ഇന്റർ കണക്ട് ചെയ്തേക്കുന്ന രണ്ട് ഡിവൈസിൻ്റെ ഇടയ്ക്കുള്ള റിയാക്ടൻസ്. ഇൻ്റെ വാല്യൂ 1.6 ആണ്, വിൻ്റെ വാല്യൂ 1 ആണ്. വി എന്ന് പറയുന്നത് എന്താണ്? ബസ് വോൾട്ടേജ് ആണ്. ഇതാണ് നമ്മുടെ വി. ഇ എന്ന് പറയുന്നത് നമ്മുടെ എക്സൈറ്റേഷൻ വോൾട്ടേജ് ആണ്. സോ 1.6 ഇൻറ്റു 1 ഡിവൈഡ് ബൈ ടോട്ടൽ റിയാക്ടൻസ് എന്താണ്? 0.2 പ്ലസ് 0.6 എന്ന് പറയുന്ന 0.8. സോ 1.6 ഡിവൈഡ് ബൈ 0.8 വിച്ച് ഈസ് ഈക്വൽ ടു 2 പെർ യൂണിറ്റ്. സോ ആൻസർ എന്ന് വരും? ആൻസർ ഈസ് 2 പെർ യൂണിറ്റ്, ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ മാക്സിമം പവർ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് എന്നാണ്. മാക്സിമം പവർ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ്. ആക്ച്വലി നമ്മുടെ ഇലക്ട്രിക്കൽ പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇ ഇൻറ്റു വി ബൈ എക്സ് ഇൻറ്റു സൈൻ ഡെൽറ്റ എന്നാണ് വരുന്നത്. മാക്സിമം പവർ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ക്യാൻ ബി അച്ചീവ്ഡ് അറ്റ് ദ ആംഗിൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. വിൻ്റെ ആംഗിളാണ്. ആക്ച്വലി 1.6 ആംഗിൾ ഡെൽറ്റയിലാണ്, ഏതൊരു ആംഗിളിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. മാക്സിമം പവർ കൊടുക്കണമെങ്കിൽ ഡെൽറ്റ ഷുഡ് ബി 90 ഡിഗ്രി. അങ്ങനെയാണ് നമുക്ക് ഇ വി ബൈ എക്സ് എന്ന് വരുന്നത്. ഇതാണ് നമ്മുടെ
equation, power angle curve P versus delta, maximum power E point ആണ്. So at this point delta equal to 90 degree. Okay. So answer is option A, 2 per unit. Reactance relay is normally preferred for protection against. Reactance relay നമ്മൾ normally prefer ചെയ്യുന്നത് എവിടെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ്? എർത്ത് ഫോൾട്ട് ആണ്. അതിൻ്റെ ബാക്കിൽ ഒരുപാട് തിയറി കണക്ട് ചെയ്ത് വരുന്നുണ്ട്. നോർമലി നമ്മളൊരു ഇമ്പിഡൻസ് റിലേ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ദി ഇമ്പിഡൻസ് സീൻ ബൈ ദി റിലേ വെൻ ഇറ്റ് ഈസ് ലെസർ ദാൻ ദ ഓൾറെഡി സെറ്റ് ഇമ്പിഡൻസ് ദ റിലേ വിൽ സെറ്റ് ടു ഓപ്പറേഷൻ അല്ലേ. സോ നമുക്കൊരു ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട്, ഞാനിവിടെ ഒരു റിലേ വെച്ചു, ഇതുവരെയാണ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയ. പുറത്ത് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ദ റിലേ വിൽ നോട്ട് ഓപ്പറേറ്റ്, അകത്ത് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ റിലേ വിൽ ഓപ്പറേറ്റ്. കാരണം ഈ റിലേ അകത്ത് സെറ്റ് ചെയ്തേക്കുന്ന ഇമ്പിഡൻസ് ഈ ഒരു പോയിന്റ് വരെ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ എന്താണ് റിയാക്ടൻസ് റിലേ യൂസ് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ റീച്ചിൻ്റെ ഉള്ളിൽ ഫോൾട്ട് വന്നു, ഇതൊരു ആർക്കിംഗ് ഫോൾട്ട് ആണെന്ന് വിചാരിക്കുക. ആർക്കിംഗ് ഫോൾട്ട്, ഒരു ആർക്ക് ത്രൂ ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇമ്പിഡൻസ്, നമ്മുടെ റിലേ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇഫ് ഇറ്റ് ഈസ് എൻ ഇമ്പിഡൻസ് ടൈപ്പ് ഓഫ് റിലേ. അങ്ങനെ റിലേ ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് റിലേക്ക് നോക്കുമ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ വിൽ ബി ഹൈ. കാരണം ആർക്ക് ഈസ് ഹാവിങ് എ വെരി ഹൈ റെസിസ്റ്റൻസ്, അത് ആർക്കിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമ്പിഡൻസ് കാൽക്കുലേഷൻ സമയത്ത് റിലേക്ക് തോന്നും ഈ ഫോൾട്ട് പുറത്താണെന്ന്, ഡ്യൂ ടു ഹൈ വാല്യൂ ഓഫ് ഇമ്പിഡൻസ് ദാറ്റ് ഈസ് ആക്ച്വലി ഡ്യൂ ടു ദ എക്സ്ട്രാ റെസിസ്റ്റൻസ് ഇമ്പോസ്ഡ് ഇൻ ടു ദ ഫോൾട്ട് ബൈ ദ ആർക്ക്. സോ അങ്ങനെ ഒരു മിസ് കാൽക്കുലേഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ബേസിക്കലി റിയാക്ടൻസ് റിലേയിൽ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. റിയാക്ടൻസ് റിലേ എന്ന് പറയുമ്പോൾ ഫോൾട്ട് പോയിന്റ് വരെയുള്ള റിയാക്ടൻസ് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. ആർക്കിംഗ് ഫോൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ റിയാക്ടൻസ് അതിനകത്ത് വരത്തില്ല അല്ലേ. ഇവിടെ നമുക്ക് ഓപ്ഷനകത്ത് എർത്ത് ഫോൾട്ട് വരുന്നുണ്ട്. എർത്ത് ഫോൾട്ടിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രോപ്പർ എർത്ത് കിട്ടണമെങ്കിൽ, സപ്പോസ് ഇപ്പോൾ നമ്മളൊരു മലപ്രദേശമൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ പോസ്റ്റിൻ്റെ താഴെയൊക്കെ ചിലപ്പോൾ എന്തായിരിക്കും, വലിയ പാറകഷ്ണങ്ങളൊക്കെ ആയിരിക്കും. സോ പ്രോപ്പർ എർത്ത് കിട്ടത്തില്ല. അതാണ് നമ്മൾ ഇമ്പിഡൻസ് റിലേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾട്ട് നമ്മൾ റീച്ചിന് ഉള്ളിലാണെങ്കിൽ പോലും റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ ഹൈ ആയിരിക്കും ഡ്യൂ ടു റോക്കി നേച്ചർ ഓഫ് ദ സർഫസ്. അപ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ മേ ഗോ ഹൈ. അപ്പോൾ നമ്മൾ ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് റിലേക്ക് തെറ്റ് പറ്റാം, റിലേ എന്താണ് അണ്ടർ റീച്ച് ആയി പോകും ആ സമയത്ത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ റിയാക്ടൻസ് റിലേ യൂസ് ചെയ്യുക. റിയാക്ടൻസ് റിലേ യൂസ് ചെയ്യുമ്പോൾ എർത്തിൻ്റെ റെസിസ്റ്റൻസ് വളരെ ഹൈ ആണെങ്കിൽ പോലും നമ്മുടെ റിയാക്ടൻസ് റിലേ അപ് ടു ദ ഫോൾട്ട് പോയിന്റ് റിയാക്ടൻസ് വരെ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കാൽക്കുലേഷൻ, നമ്മുടെ റിലേ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഫൈനലി അറൈവ് ചെയ്യുന്ന ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. A 50 Hz 17.32 kilovolt generator is connected to a power system. The system reactance and capacitance per phase are. അപ്പോൾ റിയാക്ടൻസ് പെർ ഫേസ് പറയുന്നുണ്ട് 10 മില്ലി ഹെൻറി, കപ്പാസിറ്റൻസ് പെർ ഫേസ് പറയുന്നുണ്ട് 0.2. ഓക്കെ, മൈക്രോ ഹെൻറി ആയിരിക്കണം, മൈക്രോ ഫാരഡ്. ഓക്കെ, വാട്ട് ഈസ് ദ മാക്സിമം വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ അറ്റ് ദ ഇൻസ്റ്റൻറ്റ് വെൻ ഇറ്റ് പാസസ് ത്രൂ 0 എന്നാണ്. വാട്ട് ഈസ് ദ മാക്സിമം വോൾട്ടേജ് അക്രോസ് ദ സർക്യൂട്ട് ബ്രേക്കർ. അതായത് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ആണ് മാക്സിമം വോൾട്ടേജ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഈസ് ഗിവൺ ബൈ Vm ഇൻറ്റു 1 - cos t ബൈ √LC. റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിൻ്റെ മാക്സിമം വാല്യൂ എന്താണ്? അറ്റ് ടൈം ഇൻസ്റ്റൻറ്റ് t ഈസ് ഈക്വൽ ടു π√LC. കോസ് π√LC എന്ന് പറയുന്നത് -1 ആണ്. സോ VR ഈസ് ഈക്വൽ ടു 2 ടൈംസ് Vm. ഈ Vm എന്ന് പറയുന്നത് ഫേസ് വോൾട്ടേജിൻ്റെ മാക്സിമം ആണ്. സോ 2 ടൈംസ് 17.32 കിലോ വോൾട്ട് എന്ന് പറയുന്ന ലൈൻ വോൾട്ടേജ് ആണ്. സോ ഇറ്റ് 17.32 ഡിവൈഡഡ് ബൈ √3 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ് വോൾട്ടേജ് കിട്ടും. ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ RMSലാണ്. സോ അതിനെ മാക്സിമം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻറ്റു √2 ചെയ്യാം. സോ യുവർ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2√2 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 17.32 കിലോ വോൾട്ട്. സോൾവ് ചെയ്യുക, ഗെറ്റ് ദ ആൻസർ. ആൻസർ ഈസ് 28.28 കിലോ വോൾട്ട് എന്ന് വരും. സോ നിങ്ങൾ സോൾവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ഒന്നും ആവുന്നില്ല അല്ലേ. 2√2 ബൈ √3 ചെയ്യുക. 2√2 ബൈ √3 എന്ന് പറയുമ്പോൾ 2√2 എന്ന് പറയുമ്പോൾ √8 ആണ്. സോ ദ ഹോൾ √8/3 ആണ്. സോ 17.32 സ്ലൈറ്റ്ലി ഗ്രേറ്റർ വാല്യൂ ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അത് 20യേക്കാളൊക്കെ ഒരുപാട് എക്സീഡ് ചെയ്ത് പോകുന്നു. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, 28.28 കിലോ വോൾട്ട്. The neutral of a 10 MVA 11 kilovolt alternator is earthed through a resistance of 5 ohm. ഒരു ഓൾട്ടർനേറ്റർ ഉണ്ട്. ഓക്കെ, ഒരു ഓൾട്ടർനേറ്ററിൻ്റെ ന്യൂട്രൽ ഞാൻ എർത്ത് ചെയ്തേക്കാണ് ത്രൂ എ റെസിസ്റ്റൻസ്.
റെസിസ്റ്റൻസിൻ്റെ വാല്യൂ പറയുന്നുണ്ടോ? ഉണ്ട്, 5 ohms ആണ്. എർത്ത് ഫോൾട്ട് റിലേ ഈ സെറ്റ് ടു ഓപ്പറേറ്റ് അറ്റ് 0.7. ഇവിടെ ഞാൻ റിലേ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ എർത്ത് ഫോൾട്ട് റിലേയിൽ 0.75 ആംപിയർ ഫ്ലോ ചെയ്താൽ മാത്രമേ ഈ എർത്ത് ഫോൾട്ട് റിലേ ആക്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദ CTs ഹാവ് എ റേഷ്യോ ഓഫ് 1000/5. അപ്പോൾ ആക്ച്വലി ന്യൂട്രലിൽ കൂടെ ഫ്ലോ ചെയ്യേണ്ട കറണ്ട് എന്താണ്? ഫോർ എർത്ത് ഫോൾട്ട് റിലേ ടു പിക്കപ്പ് 0.75 ആംപിയർ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 5. 0.75 ഇൻറ്റു 200 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 150 ആംപിയർ എന്ന് വരും. 0.75 ഇൻറ്റു 200. 0.75 ഇൻറ്റു 2 എന്ന് പറയുന്നത് 1.5 ആണ്. 150 ആംപിയർ. കറക്റ്റ് ആണ് അല്ലേ? സോ മിനിമം ഇവിടെ ഒരു 150 ആംപിയർ കറണ്ട് നമ്മൾ ഫ്ലോ ചെയ്താൽ മാത്രമേ എർത്ത് ഫോൾട്ട് റിലേ പിക്കപ്പ് ആവത്തുള്ളൂ. ഇനി ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് ഓൾട്ടർനേറ്റർ വൈൻഡിങ് പ്രൊട്ടക്റ്റഡ് എന്നുള്ളതാണ്. അതായത് ഈ ഫോൾട്ട് ഇപ്പോൾ ഒരു വൈൻഡിങ്ങിൽ സംഭവിച്ചു, വൈൻഡിങ് എർത്തായി എന്ന് വിചാരിക്കുക, ഇൻസുലേഷൻ ബ്രേക്ക് ഡൗണിലൊക്കെ ആയിട്ട്. അങ്ങനെ ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ആയിട്ട് വൈൻഡിങ് എർത്തായി കഴിഞ്ഞാൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ട് ഫ്ലോയിനെ ആക്ച്വലി ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ദ വോൾട്ടേജ് ടിൽ ദ ഫോൾട്ട് വൈൻഡിങ് പോർഷൻ. സോ ദർ ഇസ് എ വെരി സ്മോൾ പോർഷൻ വിച്ച് ഈസ് അൺപ്രൊട്ടക്റ്റഡ് ഇൻ ദ വൈൻഡിങ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ ഈ വൈൻഡിങ്ങിൻ്റെ തൊട്ടടുത്ത് വരുന്ന ടേൺസിലൊക്കെയാണ് ഫോൾട്ട് സംഭവിച്ചെങ്കിൽ ദ ഫോൾട്ട് ഈസ് സ്റ്റിൽ ദെയർ, ഫോൾട്ട് കറണ്ട് മേ സ്റ്റിൽ ഫ്ലോ ത്രൂ ദ ലൈൻ, ബട്ട് ദ റിലേ വിൽ നോട്ട് പിക്കപ്പ്. അതാണ് അതിൻ്റെ അൺപ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്. സോ പെർസെൻറ്റേജ് വൈൻഡിങ് അൺപ്രൊട്ടക്റ്റഡ് ചോദിച്ചാൽ എന്തായിരിക്കും? അതായത് 150 ആംപിയർ എന്ന് പറയുന്ന കറണ്ട് ഇൻറ്റു 5 എന്ന് പറയുന്ന വോൾട്ടേജ്. അപ്പോൾ ന്യൂട്രലിലെ വോൾട്ടേജ് എന്തായിരിക്കണം? 150 ഇൻറ്റു 5. നമുക്ക് ടോട്ടൽ ഫേസ് വോൾട്ടേജ് എന്തായിരിക്കും? 11 കിലോ വോൾട്ട് ഡിവൈഡഡ് ബൈ √3. സോ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അൺപ്രൊട്ടക്റ്റഡ് ഇൻ ദ സിസ്റ്റം. ഇൻ ദിസ് പർട്ടിക്കുലർ സിസ്റ്റം ദിസ് മച്ച് പോർഷൻ വിൽ ബി അൺപ്രൊട്ടക്റ്റഡ്. ഇത് നമുക്ക് ഫ്രാക്ഷൻ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ വൈൻഡിങ്ങിൻ്റെ തൊട്ടടുത്തുള്ള പോർഷനിലൊക്കെ നമുക്ക് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഫോൾട്ട് കറണ്ട് മേ സ്റ്റിൽ ഫ്ലോ while the earth fault relay will still fail to detect it. So fault current sufficient strength വന്നു കഴിഞ്ഞാൽ മാത്രമേ എർത്ത് ഫോൾട്ട് റിലേ പ്രൊട്ടക്ഷൻ സ്കീം ഓപ്പറേറ്റ് ചെയ്യത്തുള്ളൂ. ഇതാണ് നമ്മുടെ അൺപ്രൊട്ടക്റ്റഡ് ഏരിയ. സോ പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പെർസെൻറ്റേജ് വൈൻഡിങ് പ്രൊട്ടക്റ്റഡ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതാണ് അൺപ്രൊട്ടക്റ്റഡിൻ്റെ ഫ്രാക്ഷൻ. സോ 1 മൈനസ് 150 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 11 കിലോ വോൾട്ട് ഡിവൈഡഡ് ബൈ √3. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 88.2% ആണെന്ന് കിട്ടും. ആൻസർ ഈസ് ഗോയിങ് ടു ബി ഓപ്ഷൻ ബി, 88.2%. നെക്സ്റ്റ്, എ പവർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 300 buses, out of which 20 buses are generator buses, 25 buses are the one with reactive power support, and 15 buses are the one with fixed shunt capacitors. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലോഡ് ഫ്ലോ അനാലിസിസ് പെർഫോം ചെയ്യണം യൂസിങ് NR മെത്തേഡ്. ദ സൈസ് ഓഫ് ദ ന്യൂട്ടൺ റാപ്സൺ ജക്കോബിയൻ മെട്രിക്സ് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ഫോർമുലയാണ് 2p - m - 2 ക്രോസ് 2p - m - 2 അല്ലേ? പി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ബസസ്. ഇവിടെ പി എന്താണ്? ഹിയർ പി ഈസ് 300. സോ ഹിയർ പി ഈസ് ഈക്വൽ ടു 300. പിൻ്റെ വാല്യൂ കിട്ടി. എം എന്താണ്? എം ഇസ് ദ സം ഓഫ് ജനറേറ്റർ ബസ്. എത്ര ജനറേറ്റർ ബസ് ഉണ്ട്? 20 ജനറേറ്റർ ബസ് ഉണ്ട്. 25 ബസ്സസ് ആർ ദ വൺ വിത്ത് റിയാക്റ്റീവ് പവർ സപ്പോർട്ട്. റിയാക്റ്റീവ് പവർ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ക്യൂ ഫിക്സഡ് ആണ് അല്ലേ? ക്യൂ ഇസ് ആക്ച്വലി ഫിക്സഡ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 25 കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ആൻഡ് 15 ആർ ദ വൺ വിത്ത് ഫിക്സഡ് ഷണ്ട് കപ്പാസിറ്റേഴ്സ്. സോ റിയാക്റ്റീവ് പവർ സപ്പോർട്ട് എന്നേ പറയുന്നുള്ളൂ. 15 ആർ ദ ബസ്സസ് വിത്ത് ഫിക്സഡ് ഷണ്ട് കപ്പാസിറ്റേഴ്സ്. ഫിക്സഡ് ഷണ്ട് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ശരിക്കും ക്യൂ ഫിക്സഡ് ആണ്. ഓക്കെ, ക്യൂ ഫിക്സഡ് ആണ്. പി ഓൾറെഡി ഫിക്സഡ് ആണ്. സോ ക്യൂവും പി ഫിക്സഡ് ആയതുകൊണ്ട് അതിനെ നമ്മൾ ലോഡ് ബസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ നമ്മളത് എന്താണ് കണക്കാക്കുന്നില്ല വൈൽ കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഓഫ് എം. ഡയറക്റ്റ് ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ജനറേറ്റർ ബസ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യണം, കാരണം ജനറേറ്റർ ബസ്സിൻ്റെ ഓർഡർ നമ്മളൊന്ന് കുറയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ജനറേറ്റർ ബസ് പോലെ തന്നെയാണ് റിയാക്റ്റീവ് പവർ സപ്പോർട്ട് ബസ്സസ്. സോ ടോട്ടൽ എം എന്ന് പറയുന്നത് 20 + 25 ആണ്. പക്ഷേ ഈ പർട്ടിക്കുലർ ക്വസ്റ്റിനകത്ത് ഒരു സ്ലാക്ക് ബസ് എടുത്താൽ മാത്രമേ നമുക്ക് ലോഡ് ഫ്ലോ അനാലിസിസ് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്ലാക്ക് ബസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജനറേറ്റർ ബസ്സിനെ തന്നെയാണ് സ്ലാക്ക് ബസ് ആയിട്ട് എടുക്കുന്നത്. വൺസ് ഒരു ജനറേറ്റർ ബസ്സിനെ സ്ലാക്ക് ബസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സ്ലാക്ക് ബസ്സിൻ്റെ പ്രത്യേകത എന്താണ്? വി ഡെൽറ്റ നോൺ ആണ്. സോ ഈ രണ്ട് പാരാമീറ്റേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഓർഡറിൽ നിന്നും ഒരു 2 മൈനസ് ചെയ്യണം. ഫ്രം ഈച്ച് റോ ആൻഡ് കോളം നമുക്ക് ഓർഡറിൽ നിന്നും 2 മൈനസ് ചെയ്യണം. ഹയസ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള ഒരു ജനറേറ്ററിനെയാണ് നമ്മൾ സ്ലാക്ക് ബസ് ആയിട്ട് എടുക്കുന്നത്. സോ നമ്മുടെ ജനറേറ്റർ ബസ്സിൽ നിന്ന് നമ്മളത് 1 മൈനസ് ചെയ്യാൻ വേണം.
സോ ടോട്ടൽ വാല്യൂ ഓഫ് എം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് 19 പ്ലസ് 25 എന്ന് പറയുന്നത് എന്താണ്? 44. ഓക്കെ, 44 ആണ് ടോട്ടൽ നമ്പർ ഓഫ് എം എന്ന് പറയുന്നത്. സോ എം കിട്ടി. സ്ലാക്ക് ബസിൻ്റെ 2 കൺസിഡർ ചെയ്ത് പി നമ്മളുടെ കയ്യിലുണ്ട്. സോ 300 ഇൻറ്റു 2 എന്ന് പറയുന്നത് ഇത് 600 മൈനസ് 44 മൈനസ് 2 ക്രോസ് 600 മൈനസ് 44 മൈനസ് 2. സോ ആൻസർ എന്താ വരുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 554 ക്രോസ് 554. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ മോഡ്യൂൾ അനാലിസിസിൻ്റെ ജസ്റ്റ് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരിക്കും, അറ്റ് ദ സെയിം ടൈം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. ഓക്കെ, അതിൻ്റെ ഒരു കാൽക്കുലേഷനൊക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ എന്താണ് ആ ക്വസ്റ്റ്യൻ അത് ചോദിച്ചേക്കുന്ന ഐഡിയ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു. ബാക്കി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം.